മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാർ ചെയ്യുന്ന നിരവധി കാര്യങ്ങളെ കുറിച്ച് അങ്ങ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ കേരളത്തിലെ ഗവേഷകർ നേരിടുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് മുൻപോട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ചീഫ് സെക്രട്ടറി പറഞ്ഞതുപോലെ ഈ സദസ്സ് ഒരു പ്രത്യേക സദസ്സായി മാറുകയാണ്. നിങ്ങൾ വിദ്യാർത്ഥികൾ നമ്മുടെ സംസ്ഥാനത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മേധാവികളുമായി നിങ്ങളുടെ ആശയം പങ്കുവെക്കാനുള്ള അവസരമാണ് ഇതിലൂടെ കൈവരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിലെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മേധാവികൾ ഒന്നിച്ച് നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ ഇവിടെയുണ്ട് എന്നതാണ് ഈ സദസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ ചിലരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതുപോലുള്ള സദസ്സുകൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും അതിലിടപെടുന്നതിനും സഹായകമായി മാറിയിരുന്നു. അതാണ് നമ്മുടെ അനുഭവം. നമ്മുടെ സംസ്ഥാനത്ത് ഇതിനു മുൻപ് ഇതേ രീതിയിലല്ലെങ്കിലും വിപുലമായ രീതിയിൽ തന്നെ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം നാം നടത്തിയിരുന്നു. ഒട്ടേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതിൻ്റെ ഭാഗമായി ഉയർന്നു വന്നിരുന്നു. അത് കഴിഞ്ഞ 2016 മുതൽ 2021 വരെ അധികാരത്തിലുണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല, 2021 അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാഴ്ചപ്പാടിന് രൂപം നൽകുന്നതിനും സഹായകമായിരുന്നു എന്നതാണ് അനുഭവം. അതിലും പുറകോട്ട് പോയാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്നില്ലെങ്കിലും 2016 മുൻപ് യുവജനങ്ങളും വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ കിട്ടിയ അവസരം 2016 LDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക രൂപപ്പെടുത്തുന്നതിന് സഹായകമായിരുന്നു. കാരണം നിങ്ങളെന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ, ഇപ്പോഴുള്ളവരല്ല, ചിലപ്പോൾ കഴിഞ്ഞ യോഗത്തിൽ പങ്കെടുത്തവർ, അതിനു മുൻപിൽ പങ്കെടുത്തവർ തീർച്ചയായുമല്ല. കാലം മാറുകയാണ്. അതിനനുസരിച്ച് നിങ്ങളുടെ സ്ഥാനം മറ്റുള്ളവർ കാലം മാറുമ്പോൾ ഏറ്റെടുക്കും. അതാണ് സ്വാഭാവികമായി വിദ്യാർത്ഥി രംഗത്ത് നടക്കുക. പക്ഷേ ഈ
ഘട്ടം നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവത്തിലൂടെയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചും ഒരുപാട് ആശയങ്ങൾ മനസ്സിൽ നിറയുന്ന സന്ദർഭമാണ്. ആ ആശയങ്ങൾക്ക് എങ്ങനെ പ്രകടമായ രൂപം കൊടുക്കാനാകും, അത് ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിശ്ചയമുണ്ടാവില്ല. അതിന് അവസരമൊരുക്കലാണ് ഇത്തരമൊരു സംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒരു വ്യക്തി എന്ന നിലക്ക് ഒരു വിദ്യാർത്ഥിക്ക് തോന്നുന്ന ആശയം അതേപോലെ നടപ്പാക്കുന്നതിന് സൗകര്യം ലഭിച്ചു എന്ന് വരില്ല. നിങ്ങൾ ഏതാനും വിദ്യാർത്ഥികൾ കൂട്ടമായി ഒരാശയത്തിന് രൂപം നൽകിയാൽ അതും പ്രാവർത്തികമാക്കുന്നതിന് ചിലപ്പോൾ പ്രായോഗിക വിഷമതകളുണ്ടാകും. എന്നാൽ നിങ്ങളുടെ ആശയം ഒരു മറച്ചുവെക്കലുമില്ലാതെ ഇവിടെ അവതരിപ്പിക്കാവുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏതു തരത്തിലുള്ള ആശയമാണോ നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മനസ്സിൽ കരുതി നടക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് ഇത് മാറുന്നത്. അങ്ങനെ വരുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേധാവികൾ ഇവിടെയുണ്ട്. ഇപ്പോൾ നിലവിലുള്ളതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ അത് പരിഹരിച്ചു പോകുന്നതിന് അവർ വിചാരിച്ചാൽ തന്നെ സാധിക്കും. ഭാവിയിൽ നടപ്പാക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റും ചേർന്നുകൊണ്ട് നടപ്പാക്കേണ്ടവയാകാം. അത്തരം കാര്യങ്ങൾ പ്രായോഗികമാണോ അല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. നിങ്ങളുടെ മനസ്സിലുള്ള ആശയം എന്താണോ അത് നിങ്ങൾ അവതരിപ്പിക്കുക. പ്രായോഗികത അതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നവർ നിശ്ചയിക്കട്ടെ. ആ വരുന്ന നിർദ്ദേശങ്ങളിൽ മിക്കതും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണത്തിന് വലിയ തോതിൽ വഴിവെക്കും എന്ന് തന്നെയാണ് നാം കാണേണ്ടത്. അപ്പോൾ ആമുഖമായി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഏറ്റവും ജീവസ്സുറ്റ വിഭാഗമാണ്. ആ നിങ്ങളുടെ അഭിപ്രായം ഒരു കലവറയുമില്ലാതെ ഇവിടെ പ്രകടിപ്പിക്കുക. അത് ഗൗരവമായി പരിഗണിക്കപ്പെടും എന്നാണ് ആദ്യമേ തന്നെ പ്രസ്താവിക്കാനുള്ളത്. ഇവിടെ 10 വ്യത്യസ്ത മേഖലകളിലെ പ്രതിനിധികളുമായി സംവദിക്കാനാണ് ഈ പരിപാടിയിലൂടെ കഴിയുന്നത്. അതിൻ്റെ ആദ്യ സെഷനാണിത്. വ്യത്യസ്ത മേഖലകളെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളാണ്. കേരളത്തിൻ്റെ ഭാവി ഭാഗധേയം നിർണയിക്കാൻ പുതുതലമുറക്കാണ് ഏറ്റവും പ്രധാന പങ്കുവഹിക്കാൻ കഴിയുക. ആ തലമുറയുമായുള്ള സംവദിക്കൽ ആദ്യമേ തന്നെ നടക്കട്ടെ എന്നതുകൊണ്ടാണ് ഈ പരിപാടിയുടെ ആദ്യ ദിനം എന്ന നിലക്ക് നിങ്ങളുമായുള്ള മുഖാമുഖം ഈ രീതിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്.
നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന പദ്ധതികളും ക്ഷേമ പദ്ധതികളും ഒരുപോലെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു നവകേരളം കെട്ടിപ്പടുക്കുക എന്നതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി കേരളത്തെ ഒരു വിജ്ഞാന സമ്പദ്ഘടനയായി പരിവർത്തിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സമൂഹം എല്ലാ അർത്ഥത്തിലും ഒരു നൂതനത്വ സമൂഹമായി മാറേണ്ടതുണ്ട്. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സൂക്ഷ്മതലത്തിലുള്ള ആശയവിനിമയം നടത്തലാണ് ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ വിജ്ഞാന സമ്പദ്ഘടനയായും നൂതനത്വ സമൂഹമായും കേരളം മാറുന്നതിന് പ്രാഥമികമായി ശ്രദ്ധ കൊടുക്കേണ്ടത് വിദ്യാഭ്യാസ മേഖലക്കാണ്. പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക്. പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ നേട്ടങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വന്നവരാണ് നിങ്ങളിൽ പലരും. അതിൻ്റെ തുടർച്ച, ആ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് നേടാൻ കഴിഞ്ഞ നേട്ടങ്ങളുടെ തുടർച്ച ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഉണ്ടാവണം എന്നാണ് സർക്കാർ കാണുന്നത്. അതിനായി നേരത്തെ തന്നെ ചില പരിപാടികൾക്ക് തുടക്കമിട്ടിരുന്നു. ഇപ്പോഴത് സമഗ്രമായി അതിവിപുലമായി തന്നെ നടപ്പാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമായ മാറ്റങ്ങളും പരിഷ്കാരങ്ങളും കൊണ്ടുവരിക എന്നതുകൂടിയാണ് സർക്കാർ കാണുന്നത്. നമ്മുടെ കഴിഞ്ഞ പരിപാടിയെക്കുറിച്ച് ഞാൻ പരാമർശിച്ചു. ഫലപ്രദമായ ഒട്ടേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അവയിൽ ഉയർന്നു വന്നിരുന്നു. അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള കാഴ്ചപ്പാടാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നാം കാണേണ്ടത് ഉപരിപ്ലവമായ കേവല പരിഷ്കരണമല്ല, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാലാനുസൃതമായി ഉടച്ചു വാർക്കുക. ഇതാണ് നാം ലക്ഷ്യമിടുന്നത്. അതിന് ഇപ്പോൾ ചെയ്തത്, ഈ സർക്കാർ അധികാരത്തിലേറ്റതിന് ശേഷം ചെയ്തത്, അധികാരമേറ്റ ഉടൻ തന്നെ നമ്മുടെ രാജ്യത്തെ തന്നെ പ്രഗത്ഭരായ വിദ്യാഭ്യാസ വിചക്ഷണർ ഉൾപ്പെട്ട 3 കമ്മീഷനുകളെ നിയോഗിക്കുകയുണ്ടായി. സർക്കാർ തലത്തിലും സർവകലാശാലാ തലത്തിലും സമഗ്രമായ ചർച്ചകളും സംവാദങ്ങളും ആ കമ്മീഷൻ നടത്തി. 9 മാസത്തിനകം ആ 3 കമ്മീഷനുകളും അവരുടെ റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. അവ സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ നടത്തുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രാപ്യത, തുല്യത, ഈ മേഖലകളിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകും വിധമുള്ള നേട്ടങ്ങളാണ് കഴിഞ്ഞ ചില വർഷങ്ങളിൽ കേരളം കൈവരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 7 വർഷം കൊണ്ട്
നമ്മുടെ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോയിൽ GER ഏകദേശം 10% മുന്നേറ്റമുണ്ടാക്കാൻ കേരളത്തിന് കഴിഞ്ഞു. പെൺകുട്ടികളുടെ GER 50%. ഈ നേട്ടം ഗുണമേന്മയുടെ അല്ലെങ്കിൽ മികവിൻ്റെ കാര്യത്തിൽ വേണ്ടത്ര കൈവരിക്കാനായിട്ടില്ല. അത് ഉറപ്പുവരുത്താനുള്ള പരിശ്രമങ്ങൾക്കും തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നാം കാണേണ്ടത് NIRF റാങ്കിംഗ് അനുസരിച്ച് രാജ്യത്തെ മികച്ച 200 കോളേജുകളിൽ 42 കോളേജുകൾ കേരളത്തിലാണ്. അതായത് 21%. ഇതിനൊരു പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം അവയെല്ലാം സർക്കാർ എയ്ഡഡ് മേഖലയിലുള്ളവയാണ് എന്നതാണ്. നാക്കിൻ്റെ ഗ്രേഡിങ്ങിൽ A++ ലഭിച്ച രാജ്യത്തെ 147 സ്ഥാപനങ്ങളിൽ 21 കേരളത്തിലാണ്. കേരളത്തിലെ 359 കോളേജുകൾക്കും 8 സർവകലാശാലകൾക്കും നാക്കിൻ്റെ അംഗീകാരമുണ്ട്. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റാനാണ് നാം ഉദ്ദേശിക്കുന്നത്. അതിന് ഈ നേട്ടങ്ങൾ മാത്രം മതിയോ? പോരാ എന്നതാണ് സർക്കാരിൻ്റെ അഭിപ്രായം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മികവ് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ, രാജ്യത്തിന് പുറത്തുള്ളവർ തിരിച്ചറിയുന്ന നില വരണം. അതിന് സഹായകരമായ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇക്കോസിസ്റ്റം നമ്മുടെ കേരളത്തിൽ സജ്ജമാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ളതുകൊണ്ട് നാം തൃപ്തരാകുന്നില്ല. ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് അതിനെ കൂടുതൽ വികസിപ്പിക്കേണ്ടതുണ്ട്. കൂടുതൽ മികവിലേക്ക് നാം ഉയരേണ്ടതുണ്ട് എന്നാണ് കാണുന്നത്. വിജ്ഞാന സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമങ്ങളെ വിജ്ഞാന സമൂഹം സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ നിന്നും വേറിട്ട് കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് കേരളത്തെ ഒരു ജനപക്ഷ നവവൈജ്ഞാനിക സമൂഹമാക്കി പരിവർത്തനപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുന്നത്. അതിനായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യവസായങ്ങളും പൊതുസമൂഹവും ഇതെല്ലാം തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്. ഈ സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ ട്രാൻസ്നാഷണൽ റിസർച്ച് ലാബുകളെ പറ്റി പറഞ്ഞിരുന്നു. അത് ഈ ദിശയിലുള്ള പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പായിരുന്നു. അക്കാദമിക് രംഗത്തുണ്ടാവുന്ന നേട്ടങ്ങളും കണ്ടെത്തലുകളും സമൂഹത്തിന് ഉപകാരപ്രദമാകും വിധം പരിവർത്തനപ്പെടുത്താനുള്ള അവസരമാണ് ഇതുവഴി തുറക്കപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായി സർവകലാശാലകളിൽ തന്നെ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സൗകര്യങ്ങൾ ലഭ്യമാക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് ആ പദ്ധതിക്കും തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം സൗകര്യങ്ങൾ പൂർണ്ണ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ ശേഷിയുള്ള നൂതന ആശയങ്ങളും അഭിരുചിയും നൈപുണ്യമുള്ള മിടുക്കരായ വിദ്യാർത്ഥി സമൂഹമാണ് നമുക്കുള്ളത്. അതിൻ്റെ ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. തിരുവനന്തപുരത്തെ LBS
വിമൻ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ, അധ്യാപകർ കൂടി ഒരുക്കിയ സാറ്റലൈറ്റ്, തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ സാനിറ്റൈസർ കുഞ്ഞപ്പൻ 2 എന്ന റോബോട്ട്, പാലക്കാട് NSS കോളേജ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ തേങ്ങ ചിരകാനുള്ള ഉപകരണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ നമുക്ക് കഴിയും. ഇത്തരത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ചെറുതും വലുതുമായ നിരവധി കണ്ടെത്തലുകൾ കേരളത്തിൻ്റെ കലാലയങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. കൂടുതൽ ഗവേഷണങ്ങൾക്കും അതിനോടൊപ്പം തന്നെ പഠനങ്ങൾക്കും നമ്മുടെ വിദ്യാർത്ഥികൾ അവസരമൊരുക്കുകയും ഈ മേഖലയിലെ ഒരു ഹബ്ബായി കേരളത്തെ മാറ്റിയെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഇതാണ് എൻ്റെ നിർദ്ദേശവും ചോദ്യവും. ഗവേഷണ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാർ ചെയ്യുന്ന നിരവധി കാര്യങ്ങളെ കുറിച്ച് അങ്ങ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ കേരളത്തിലെ ഗവേഷകർ നേരിടുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് മുൻപോട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. നവകേരള നിർമ്മിതിയിൽ ഉള്ള പ്രാധാന്യം വളരെ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഗവേഷണ മേഖലയിലെ ഗവേഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ ഒരു അന്തസ്സോടുകൂടി കേരളത്തിൽ ഗവേഷണം ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ഉദാഹരണമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, നിലവിൽ മുടങ്ങിക്കിടക്കുന്ന ഫെലോഷിപ്പുകളെ കുറിച്ചാണ്. OEC, SC, ST വിഭാഗങ്ങളിലൊക്കെ ഫെലോഷിപ്പുകൾ മുടങ്ങിക്കിടക്കുന്നു. അതുമല്ലെങ്കിൽ വളരെ മനസ്സമാധാനത്തോടുകൂടി ഗവേഷണത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഗവേഷണം ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇതിന് ശേഷം എന്തെന്നുള്ളൊരു ചോദ്യം ഗവേഷകരെ വലിയ രീതിയിൽ അലട്ടുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ ഗവേഷകരോട് അവരുടെ ഗവേഷണത്തിന് ശേഷം എന്തെന്നുള്ള ചോദ്യം, അങ്ങനെ അവർ നേരിടുന്ന പ്രശ്നങ്ങളോട് എന്ത് തരത്തിലാണ് നമുക്ക് ഇനിയും സർക്കാരിന് കൂടുതൽ അതിനോട് പ്രതികരിക്കാൻ കഴിയുക, അല്ലെങ്കിൽ അവരുടെ ഭാവിയെ കുറിച്ച് എന്ത് ഉറപ്പ് നൽകാൻ വേണ്ടി കഴിയുക? നമസ്കാരം സാർ. എനിക്ക് പറയാനുള്ള നിർദ്ദേശം, ഒരു പാരമ്പര്യം നശിപ്പിക്കാൻ അവരുടെ വിദ്യാഭ്യാസം ഇല്ലാതാക്കിയമായി എന്ന് പറയുമ്പോൾ ഒരു കൃത്യമായ ജീവിത വീക്ഷണം പറഞ്ഞു കൊടുത്ത് പുറത്തു വരാത്ത യുവതലമുറയാണ് ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഒരു വലിയ പ്രശ്നമെന്നതിൽ യാതൊരു സംശയവും നമുക്കില്ല. അതുപോലെ തന്നെ അന്ധമായ മതവിശ്വാസത്തിന്റെ തീവ്രമായ ചിന്തകളിൽ നിന്ന് പുറത്തു വരുന്ന വിദ്യാഭ്യാസം വേണം നമ്മൾ ഓരോ കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിനുള്ള വാഗ്ദാനം ചെയ്യാൻ. ഇപ്പോൾ പുതുക്കുന്ന FIC സിലബസിൽ
ഗ്രേസ് മാർക്കിനെ സംബന്ധിച്ച് ഇതുവരെ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ഒന്നും എത്തിയിട്ടില്ല. ആ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുവാൻ അവസരമുണ്ടോ? മാർക്ക് അടിസ്ഥാനത്തിലോ അതോ ക്രെഡിറ്റ് അടിസ്ഥാനത്തിലോ ആണോ മാർക്ക് ലഭിക്കുക? അക്ഷര RS പിള്ളൈ. നമസ്കാരം സർ. കേരള സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടായിരുന്നല്ലോ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പുത്തൻ വിദ്യാഭ്യാസ നയം കേരളത്തിലെ സർവകലാശാലകളിലും ക്യാമ്പസുകളിലും നടപ്പിലാക്കില്ല എന്നുള്ളത്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കേരള സർക്കാർ 4 വർഷത്തെ ഡിഗ്രി കോഴ്സുകൾ പുതുതായി ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തുടങ്ങിയതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് വിദ്യാർത്ഥികൾക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ മാറുന്നൊരു സാഹചര്യമുണ്ട്. അതിനാൽ ഈ പറയുന്നത് പോലെ പുത്തൻ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണോ ഇത്തരത്തിൽ 4 വർഷ കോഴ്സുകളുടെ പ്രവർത്തനം കേരളത്തിൽ ആരംഭിക്കുന്നത്? ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. അവസരങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യവുമുണ്ട്. ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വിദ്യാർത്ഥി സൗഹൃദമായ ഒരു ഏകീകൃത പോർട്ടൽ എന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിശേഷിച്ചും സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതൊക്കെ കോഴ്സുകളാണ് ലഭ്യമായിട്ടുള്ളത് എന്ന വിവരങ്ങൾ പ്രസ്തുത പോർട്ടലിലൂടെ ലഭ്യമാക്കുന്നത് അനൗദ്യോഗികമായ ഇടനിലക്കാരെ ഒഴിവാക്കാൻ സഹായകരമായിരിക്കും. ബിരുദം, ബിരുദാനന്തര ബിരുദം, PhD, പോസ്റ്റ് ഡോക് വരെയുള്ള സ്കോളർഷിപ്പുകൾ, അർഹരായ വിഭാഗങ്ങൾ, മാനദണ്ഡങ്ങൾ എന്നിവയെക്കുറിച്ചും ആധികാരിക വിവരങ്ങൾ നൽകുന്നതിന് ഈ പോർട്ടലിന് സാധിക്കണം. ഇത് സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിനോടൊപ്പം വൈജ്ഞാനിക സമൂഹം എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് നാം അടുക്കാൻ നമ്മളെ സഹായിക്കും. നന്ദി. ബഹുമാനപ്പെട്ട സാർ, ആദ്യമായി അവതരിപ്പിക്കാനുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് സ്വാഭാവികമായും നമ്മുടെ നാട്ടിലുള്ള കോളേജുകളിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. താനൊരു കോഴ്സിന് ചേർന്ന് അതിന് നൽകി അഭിരുചി ഇല്ല എന്ന് അറിയപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഡ്രോപ്പ്ഔട്ടായി ഇറങ്ങിപ്പോകുക എന്നുള്ള രീതി. അതിന് ഒരു പരിഹാരം എന്ന രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാവുന്ന ഒരു സിസ്റ്റമാണ് സ്റ്റുഡന്റ് സെൻട്രിക് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. സ്റ്റുഡന്റ് സെൻട്രിക് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് സ്വാഭാവികമായും നമ്മൾ ആദ്യത്തെ സെമസ്റ്ററോട് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഒരു രീതി എടുത്തു കഴിഞ്ഞാൽ താല്പര്യമില്ലാത്ത രീതി നമുക്ക് അടുത്ത സബ്ജക്റ്റിലേക്ക് സ്വിച്ച് ചെയ്ത് അതുപോലെ തന്നെ ക്രെഡിറ്റ് സിസ്റ്റത്തിന് ഒരു മുഖേന നമുക്ക് എന്ത് ചെയ്യാം, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം എന്ന രീതിയാണ് ഈ സ്റ്റുഡന്റ് സെൻട്രിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി എന്ന രീതി എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഫൈനൽ ഇയർ പ്രൊജക്ടുകൾ പലപ്പോഴും നമ്മുടെ സമയബന്ധിതമായി തീർക്കാതെ നമ്മളൊരു പഴവാക്ക് പോലെ കഴിക്കുന്ന രീതിയാണ്. അത് ഗവൺമെന്റ് ഒന്നുകൂടെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് തന്നെ ഒരു ഇൻഡസ്ട്രി ഇന്റഗ്രേഷൻ നൽകാനുള്ള ഒരു കാര്യമാക്കിക്കൊണ്ട് പുനഃക്രമീകരിക്കണമെന്നൊരു അഭ്യർത്ഥനയാണുള്ളത്. മറ്റേത് വിദേശ യൂണിവേഴ്സിറ്റികളുടെ കേരളത്തിലോട്ടുള്ള കടന്നുകയറ്റം, അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെയുള്ള യൂണിവേഴ്സിറ്റികളെ കേരളത്തിലോട്ട് കൊണ്ടുവരുന്നതിന് പകരം കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് അവരുടെ ശൈലികളും നമ്മുടെ നല്ല ശൈലികളും ഇത് രണ്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു വിദ്യാഭ്യാസ യജ്ഞം നമുക്ക് കേരളത്തിൽ സൃഷ്ടിക്കാൻ കഴിയണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് വിദ്യാർത്ഥികളുടെ ഭാഗമായിക്കൊണ്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ക്ലാസ് പോലുള്ള സ്കോളർഷിപ്പുകൾ കേരളത്തിൽ ലഭ്യമാവുന്നതിന്റെ വിഷയം നിലനിൽക്കുന്നുണ്ട്. അതുടനടി കേരള സർക്കാർ പരിഹരിക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് അടുത്തതായി പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ വർഷം 5 എഞ്ചിനീയറിംഗ് കോളേജുകളാണ് സിൽവർ ജൂബിലി നേടുന്നത്. എന്നാൽ ഇതിൽ പല എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് ബേസിക് സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു കോളേജ് ഓഡിറ്റോറിയം പോലുമില്ല. ഞാൻ GC പാലക്കാട് വിദ്യാർത്ഥിയാണ്. ആ പാലക്കാട് എന്റെ നിലവിൽ ഒരു ഓഡിറ്റോറിയം ഇല്ല എന്നുള്ളത് ഏറ്റവും വലിയ വിഷയമായി കാണുന്നു. ഇത് കണക്കിലെടുത്തുകൊണ്ട് വേണ്ട പരിഹാരങ്ങളും ഈ ആശയങ്ങൾ എടുത്തുകൊണ്ട് നല്ലൊരു നവകേരള ഉന്നത വിദ്യാഭ്യാസത്തിൽ സൃഷ്ടിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മാനവിക വിഷയങ്ങളുടെ പ്രാധാന്യം വർദ്ധിക്കുകയാണ് ചെയ്യുക. പ്രായോഗിക പാഠങ്ങൾക്ക് ഊന്നൽ നൽകും. വൈവിധ്യമാർന്ന ഏഡ് ഓൺ കോഴ്സുകൾക്ക് സാധ്യതകൾ തുറന്നിട്ടുകൊണ്ടാണ് പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുക. വിഷയങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ അയവാർന്ന സമീപനം സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി പഠനത്തെ വിഭാവനം ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വർഷം കഴിഞ്ഞു,
മുഖ്യ വിഷയം മാറണമെന്ന് ആലോചിക്കുന്നു ഒരു വിദ്യാർത്ഥി. അപ്പോൾ ആ മുഖ്യ വിഷയം മാറ്റാനുള്ള അവസരമുണ്ടാകും. മാത്രമല്ല ഇതോടൊപ്പം കോളേജോ ഇനി സർവകലാശാലയോ പഠനത്തിനിടക്ക് മാറുന്നതിനും തടസ്സമുണ്ടാവില്ല. നൈപുണിയും അഭിരുചിയും വർദ്ധിപ്പിക്കൽ ലക്ഷ്യമിട്ട് അവസാന സെമസ്റ്റർ പൂർണ്ണമായും പ്രോജക്റ്റ് അധിഷ്ഠിത പഠനത്തിനും ഇൻറ്റേൺഷിപ്പിനും അവസരമൊരുക്കും. സാമൂഹ്യ പ്രതിബദ്ധത ഉറപ്പുവരുത്തുന്ന കോഴ്സുകൾ കരിക്കുലത്തിൻ്റെ ഭാഗമാക്കണമെന്ന നിർദ്ദേശം പലരും മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. നല്ല ആശയമാണത്. പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ ഈ കാര്യം കൂടി പരിഗണിക്കുന്നതിന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. തീർച്ചയായും അത് ഗൗരവമായി പരിഗണിക്കുക തന്നെ ചെയ്യും. ഇവിടെ 4 വർഷ ബിരുദം നടപ്പിലാക്കുമ്പോൾ ഒരു സെമസ്റ്റർ പൂർണ്ണമായും ഇൻറ്റേൺഷിപ്പിനും പ്രോജക്റ്റ് അധിഷ്ഠിത പഠനത്തിനും അവസരമുണ്ടാക്കുന്ന രീതിയിലാണ് ക്രമീകരിക്കുക. അപ്പോൾ പഠനത്തിനൊപ്പം തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം കൂടിയാണ് ഇതിൻ്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ നേരത്തെ ജേർണലിസത്തെ പറ്റി പറയുകയുണ്ടായല്ലോ. അപ്പോൾ ജേർണലിസം അടക്കമുള്ള എല്ലാ പ്രൊഫഷണൽ പഠന മേഖലകളുടെയും സ്വഭാവം മാറിയെന്ന് വരും. കോഴ്സ് പൂർത്തിയാക്കുന്ന മുറക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് തൊഴിലിൽ പ്രവേശിക്കാൻ സാധിക്കും വിധം പ്രായോഗിക പാഠങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് കോഴ്സുകൾ വിഭാവനം ചെയ്യാനാണ് സർവകലാശാലകൾ ശ്രമിക്കുക. പഠിക്കുമ്പം തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ പ്രയോഗിക്കാനുള്ള അവസരം, ആ മേഖലയിലുള്ള നൈപുണി കൂടുതൽ വികസിപ്പിക്കാനുള്ള അവസരമുണ്ടാകും. അതോടൊപ്പം തന്നെ 2021 ഏൺ വൈൽ യു ലേൺ എന്ന പദ്ധതി ആരംഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ചില ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്, ഫിനിഷിംഗ് സ്കൂള്, സ്റ്റാർട്ടപ്പുകൾ ഇവയെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. തൊഴിലാളികളെ സൃഷ്ടിക്കുക എന്നതിനല്ല പ്രാമുഖ്യം, തൊഴിൽ ദാതാക്കളായ വിദ്യാർത്ഥി സമൂഹത്തെ സൃഷ്ടിക്കുക. ഇതാണ് നാം ലക്ഷ്യമിടുന്നത്. വേണ്ടത്ര അംഗീകാരവും പ്രോത്സാഹനവും ഇതിന് ലഭിച്ചോ എന്നത് ചിലപ്പോൾ സംശയം ഉന്നയിച്ചേക്കാം. നാം കാണേണ്ടത് ഇത് പല രാജ്യങ്ങളിലും നല്ല രീതിയിൽ നടപ്പാക്കുന്ന സമ്പ്രദായമാണ്. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ പരാമർശിച്ച നവകേരള സദസ്സ്, അതിൻ്റെ പ്രഭാത യോഗങ്ങളിലും ഈ നിർദ്ദേശം ഉയർന്നു വരികയുണ്ടായി. അപ്പോൾ ഈ പദ്ധതി വ്യാപകമായി നടപ്പാക്കാൻ തന്നെയാണ് ശ്രമിക്കുക. അതിനാവശ്യമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കുന്ന നിലയുണ്ടാവും. അതിൽ പ്രൊഫഷണൽ കോളേജുകൾ, പോളിടെക്നിക് കോളേജുകൾ, തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകൾ നടപ്പിലാക്കുന്ന
മറ്റ് സ്ഥാപനങ്ങൾ, ഇവയ്ക്കെല്ലാം അതത് സ്ഥാപനങ്ങളുടെ സവിശേഷതക്കനുസരിച്ച് അവിടുത്തെ കോഴ്സുകൾക്ക് ഇണങ്ങും വിധം തൊഴിൽ സംരംഭകത്വത്തിന് അവസരമൊരുക്കാനാണ് ശ്രദ്ധിക്കുക. വ്യത്യസ്ത വ്യവസായ സംരംഭങ്ങളുമായി ചേർന്ന് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും ഉചിതമാകുമെന്നും കാണുന്നുണ്ട്. ഇതിനെല്ലാം സഹായകമാകും വിധം അയവാർന്ന സമീപനം സർവകലാശാലകൾ കൈക്കൊള്ളുകയും ചെയ്യും. നിലവിലെ പഠന സമയമാണ് പദ്ധതി നടപ്പാക്കുന്നതിന് പ്രധാന തടസ്സമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠന സമയം ക്രമീകരിക്കേണ്ടതായിട്ട് വരും. അത് സംബന്ധിച്ച് പഠനം നടക്കുകയാണ്. ആ പഠനത്തിന് ശേഷം വരുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട നിലപാടുകൾ സ്വീകരിക്കാനും കഴിയും. നമ്മുടെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി അങ്ങോട്ട് വരാനിടയുള്ള ചില അവസരങ്ങൾ, അത് അവരവരുടെ അഭിരുചി അടിസ്ഥാനമാക്കി പഠനം, തൊഴിൽ അല്ല, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ, വിവരങ്ങൾ ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചുള്ള ഏകീകൃത പോർട്ടൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇതുകൂടി ഉൾച്ചേർത്താണ് ഈ പറഞ്ഞ കെ-റീപ്പ് വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആകെ ലഭിക്കുന്ന കോഴ്സുകളുടെ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കുന്നതിന് പ്രയാസമുണ്ടാവില്ല. പിന്നെ നമ്മുടെ സംസ്ഥാനത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമാണ് നാം കൊടുക്കുന്നത്. നമ്മുടെ സമൂഹത്തിലുള്ള ഭിന്നശേഷിക്കാർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ, സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവർ, ഇവരുടെയെല്ലാം വിദ്യാഭ്യാസ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് ധാരാളം നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ കാര്യങ്ങളിൽ വലിയ പുരോഗതി ആർജിച്ച സംസ്ഥാനമാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം ഇനിയൊന്നും ചെയ്യാനില്ല എന്നല്ല. ആ കാര്യങ്ങൾ എന്താണോ ചെയ്യാനുള്ളത് അവ നടപ്പിലാക്കുക എന്നത് തന്നെയാണ് സർക്കാർ കാണുന്നത്. ഇപ്പം എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഭിന്നശേഷി സൗഹൃദമാകൽ പ്രധാനമാണ്. അത് ആ തരത്തിൽ തന്നെ ആവണമെന്നാണ് കാണുന്നത്. അതോടൊപ്പം ലിംഗനീതി അധിഷ്ഠിതമാകണം. അതും ഇവിടെ വന്ന നിർദ്ദേശമാണ്. ലിംഗനീതി അധിഷ്ഠിതമായിരിക്കും. അതിനനുസൃതമായ പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ബാരിയർ ഫ്രീ ആയി മാറേണ്ടതുണ്ട്. പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളെല്ലാം ബാരിയർ ഫ്രീ ആയിരിക്കുകയും ചെയ്യും. ഇതൊക്കെ ഇപ്പോൾ തന്നെ നടപ്പാക്കപ്പെടുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഏതെല്ലാം രീതിയിൽ ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ ഇടപെടുന്നു എന്നത് നേരത്തെ നവകേരള സദസ്സിൻ്റെ ഭാഗമായി പ്രഭാത സദസ്സ് നടന്നപ്പോൾ അവിടെ വന്ന ചിലർ
പറഞ്ഞ കാര്യമുണ്ട്, ഞാനതിവിടെ ആവർത്തിക്കുന്നില്ല. അതിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ പഠിക്കാനെത്തിയ ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥി തൻ്റെ അനുഭവം പങ്കുവെച്ചത് ഓർക്കുകയാണ്. ഇമെയിൽ അയച്ചൊരു സന്ദേശമാണ്. അതിൻ്റെ മേലെയാണ് നടപടി സ്വീകരിച്ചത്. ആ നടപടിയോ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഹോസ്റ്റലിൽ പ്രത്യേക സൗകര്യം ഉണ്ടാക്കി ആ വിദ്യാർത്ഥിക്ക് താമസിക്കാൻ സൗകര്യമൊരുക്കുകയായിരുന്നു. അതേപോലെ തന്നെ ഒരു കുട്ടിയും സംവിധാനത്തിൻ്റെ കുറവ് കൊണ്ട് പഠനത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ടുകൂടാ. ഈ ഒരു കാഴ്ചപ്പാടാണ് സർക്കാർ വെച്ച് പുലർത്തുന്നത്. ഇവിടെ കാഴ്ച പരിമിതി അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രശ്നം, ടോക്കിംഗ് ബുക്ക് ലൈബ്രറികൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശം, ഓഡിയോ ടെസ്റ്റുകൾ, പോഡ്കാസ്റ്റുകൾ, സ്ക്രീൻ റീഡറുകൾ മുതലായ സൗകര്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭാഗമാകേണ്ടതുണ്ട്. പഠന സൗകര്യങ്ങളിലും പഠന രീതികളിലും കാലോചിതമായ പരിഷ്കാരം അനിവാര്യമാവും. കാഴ്ച പരിമിതിക്കാരുടെ ആവശ്യമാണ് ഉയർന്നു വന്നതെങ്കിലും നമ്മുടെ ലൈബ്രറികൾ, ലാബറട്ടറികൾ മുതലായവ 21 തരം ഭിന്നശേഷിക്കാരെ പരിഗണിച്ച് എല്ലാവർക്കും പ്രയോജനപ്പെടുത്താനാവും വിധം ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. നമ്മുടെ പാഠ്യപദ്ധതിയിലും കാലികമായ മാറ്റങ്ങളും ഭിന്നശേഷി സൗഹൃദ സമീപനവും ആവശ്യമാണ്. എല്ലാവർക്കും ഒരേ പാഠപുസ്തകം, പഠന പ്രവർത്തനം, പരീക്ഷ, ഈ നിലവിലെ സമ്പ്രദായത്തിൽ കാലികമായ മാറ്റം വരുത്തേണ്ടി വരും. അനുരൂപീകൃത പഠനോപകരണങ്ങളും പാഠ്യപദ്ധതി വിനിമയ രീതികളും മൂല്യനിർണയോപാധികളും വികസിപ്പിക്കാൻ സർവകലാശാലകൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായ അസിസ്റ്റീവ് ഡിവൈസുകൾ പ്രയോജനപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ അധ്യാപക പരിശീലന കോഴ്സുകളെ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണം. ഈ കോഴ്സുകളിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കേണ്ടി വരും. മറ്റ് തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കാര്യത്തിൽ ഫലപ്രദമായി ഇടപെട്ടൊരു സംസ്ഥാനമാണ് കേരളം. 2% സംവരണം ഉറപ്പാക്കി പഠനാവസരം ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ സാമൂഹ്യ മണ്ഡലത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കുന്നതിന് ബോധവൽക്കരണം അനിവാര്യമായി വരും. ട്രാൻസ് വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്ന ക്യാമ്പസുകളിൽ ഈ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രത്യേക പ്രശ്നങ്ങളുണ്ട്. അത് പ്രത്യേകമായി പരിഗണിക്കേണ്ടതാണ്. ആവശ്യമായ പ്രത്യേക സൗകര്യങ്ങൾ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്ത്രീ സൗഹൃദ ശുചിമുറികൾ, വിശ്രമമുറികൾ, വെൻഡിങ് മെഷീനെല്ലാം ഉറപ്പാക്കേണ്ടതുണ്ട്. പട്ടികജാതി, പട്ടികവർഗ വിഭാഗം ഉൾപ്പെടെ
എല്ലാ വിഭാഗം പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നു എന്നതാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സവിശേഷത. സ്കോളർഷിപ്പുകൾ, ഹോസ്റ്റൽ സൗകര്യങ്ങൾ, ഇതര പ്രോത്സാഹന പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം നല്ല രീതിയിൽ ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതുവഴി ഈ വിഭാഗങ്ങളിൽ നിന്നുള്ള കോളേജ് പ്രവേശനം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി ഉയർന്ന നിലയിൽ ഉറപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ മേഖലയിൽ എല്ലാമായി എന്ന നിലയല്ല സർക്കാരിന്. കൂടുതൽ പ്രവർത്തനങ്ങൾ സർക്കാർ ഏറ്റെടുക്കുക തന്നെ ചെയ്യും എന്നുകൂടിയാണ് അറിയിക്കാനുള്ളത്. ഇവിടെ ഫെലോഷിപ്പുമായും സ്കോളർഷിപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും കൃത്യമായി ഫെലോഷിപ്പുകൾ, സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നില്ല എന്ന പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നതിന് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം അഭിപ്രായങ്ങൾ വന്നൊരു കാര്യം, വിദ്യാർത്ഥികൾ നമ്മുടെ കേരളം വിട്ട്, സംസ്ഥാനം വിട്ട്, രാജ്യം വിട്ട് പഠിക്കാൻ പോകുന്നതിനെക്കുറിച്ചാണ്. ഇപ്പോൾ കുടിയേറ്റം എന്നത് നമുക്ക് പുതിയ അനുഭവമല്ല. കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹ്യ വളർച്ചയിൽ കുടിയേറ്റം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളൊരു പ്രത്യേകത, വിദ്യാർത്ഥികൾ ധാരാളമായി വിട്ടുപോകുന്നു. ഈ പ്രചരണം ശക്തമായി നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രചരണത്തിൽ വലിയ കടമ്പില്ല. രാജ്യത്തിൻ്റെ മൊത്തം കണക്കെടുത്താൽ ശരാശരി 4% മാത്രമാണ് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി കുടിയേറ്റം. ഇവിടെ വലിയ തോതിൽ സമൂഹത്തിൽ വന്ന മാറ്റം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പഴയ കാലത്ത്, ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്താണെങ്കിൽ അധ്യാപകരോ രക്ഷിതാക്കളോ മറ്റോ പകർന്നു നൽകുന്ന അറിവ് മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളെയും സംബന്ധിച്ച് സാധാരണ വിദ്യാർത്ഥിക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ഇന്നതാണോ? നിങ്ങളുടെയെല്ലാം ഉള്ളം കയ്യിൽ എല്ലാ വിവരവും, ലോകത്തിലെ ഏത് ഭാഗത്തെ വിവരവും, ഏത് സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള വിവരവും അറിവും വിദ്യാർത്ഥിയുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ വിദ്യാർത്ഥികൾ വളർന്നു വരുമ്പം തന്നെ അവരവരുടെ ഇഷ്ടത്തിനും അഭിരുചിക്കുമനുസരിച്ച കോഴ്സുകൾ, സ്ഥാപനങ്ങൾ അവർ മനസ്സിൽ കാണുകയാണ്. അവിടെ പഠിക്കണമെന്ന് തീരുമാനിക്കുകയുമാണ്. അപ്പോൾ ഈ ആഗ്രഹം വീട്ടിൽ വലിയ സമ്മർദ്ദമായി വരുന്നു, രക്ഷിതാക്കളുടെ അഭിപ്രായമാക്കി മാറ്റുന്നു. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിലുള്ള പുതിയ മാറ്റത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് പൂർണ്ണമായി ഇല്ലാതാകും എന്ന് നാം പ്രതീക്ഷിക്കേണ്ടതില്ല. അത് ഓരോ കുട്ടിയുടെയും അവകാശത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? നാം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇന്നത്തെ കാലത്തിനനുസൃതമായി കൂടുതൽ മികവാർന്നതാക്കണം.
പുതിയ കോഴ്സുകൾ വേണം, പശ്ചാത്തല സൗകര്യം വർദ്ധിക്കണം, ആവശ്യമായ എല്ലാ മികവും സമ്പാദിച്ചിരിക്കണം, അതിനനുസൃതമായ ഫാക്കൽറ്റിയും ഉണ്ടാവണം. ഇപ്പോൾ നമ്മുടെ കേരളം അത്തരത്തിലുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത്. കുട്ടികളുടെ വിദേശയാത്രയും പഠനവും അതൊരു വല്ലാതെ എന്തോ നമ്മെ അലട്ടുന്ന വിഷയമാണ് എന്ന് കാണേണ്ടതില്ല. എനിക്കുള്ളൊരു അനുഭവം പലയിടത്തും ഞാൻ പങ്കുവെച്ചതാണ്, വേണമെങ്കിൽ ഇവിടെയും പങ്കുവെക്കാം. മുഖ്യമന്ത്രിമാരുടെ ഒരു യോഗം, പ്രധാനമന്ത്രി വിളിച്ചൊരു യോഗം. ആ യോഗത്തിൽ ഡൽഹിക്കടുത്ത സംസ്ഥാനമാണല്ലോ ഹരിയാന. ഈ ഡൽഹിയൊക്കെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സൗകര്യങ്ങളുള്ള സ്ഥലമാണല്ലോ. പക്ഷേ ഹരിയാന മുഖ്യമന്ത്രി ഒരു വിലപിക്കുന്ന രീതിയിലായിരുന്നു പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്ത് നിന്ന് ഈ കുട്ടികൾ വലിയ തോതിലാണ് പുറത്ത് പഠിക്കാൻ പോകുന്നത്. അതിനെപ്പറ്റി വല്ലാത്ത വേവലാതിയോടെ അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. അപ്പോൾ പഠന സൗകര്യങ്ങളുണ്ടായാലും കുട്ടികൾ പുറത്തു പോയി പഠിക്കുന്ന ഒരു രീതിയുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. നാം ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ പഠന സൗകര്യം നല്ല മികവാർന്ന രീതിയിലാക്കുക. അതിൻ്റെ ഭാഗമായി നമ്മുടെ വിദ്യാർത്ഥികൾ സംസ്ഥാനത്തിന് പുറത്തുള്ള ചില പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ പേരും പെരുമയും ആർജിക്കുന്ന സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടാവണം. ആ സ്ഥാപനങ്ങളിൽ പഠിക്കണമെന്ന് രാജ്യത്തിനകത്ത് എവിടെയുമുള്ള വിദ്യാർത്ഥികൾ ആഗ്രഹിക്കണം. അവരിങ്ങോട്ട് വരാൻ ശ്രമിക്കത്തക്ക രീതിയിൽ അതിൻ്റെ മികവ് വർദ്ധിപ്പിക്കണം. അത് രാജ്യത്തിന് മാത്രം ബാധകമായിട്ടല്ല, രാജ്യത്തിന് പുറത്തും ഉള്ള വിദ്യാർത്ഥികൾ അപ്പോൾ വരുന്നതിനിടയാക്കും. നമ്മുടേതുപോലൊരു നാട് ഈ ഭൂലോകത്ത് വളരെ അപൂർവമാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാട് നമ്മൾ നാടിനെ വിളിക്കുന്നില്ലേ? അത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ്? ഇതുപോലൊരു കാലാവസ്ഥ എവിടെ കിട്ടും? ഇപ്പം നല്ല ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. പക്ഷേ ചിലയിടങ്ങളിലെ ചൂട് അസഹനീയമല്ലേ? ഇതാണോ? ചിലയിടങ്ങളിലെ തണുപ്പ് അസഹനീയമല്ലേ? നമുക്ക് നമ്മുടെ കാലാവസ്ഥയുടെ പ്രത്യേകത, ഏത് ഘട്ടത്തിലും ജീവിക്കാൻ പറ്റുന്ന കാലാവസ്ഥ, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രകൃതി രമണീയത, നമ്മുടെ സംസ്കാര സമ്പന്നത, നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകത, ഇവിടുത്തെ ക്രമസമാധാന നില, ഇവിടുത്തെ മറ്റ് വേർതിരിവുകളില്ലാത്ത അവസ്ഥ, വർഗീയമായോ മറ്റു തരത്തിലുള്ള ചേരിതിരിവുകളില്ലാത്ത അവസ്ഥ, ഇതൊക്കെ ഇന്ന് ലോകത്ത് അപൂർവമാണ്. ആ അപൂർവത ഉള്ളൊരു നാട് ഇവിടെ വന്ന് താമസിക്കാനും പഠിക്കാനും സാധാരണഗതിയിൽ ആളുകൾ കൊതിക്കും. പക്ഷേ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സൗകര്യങ്ങൾ ആ രീതിയിൽ വർദ്ധിക്കേണ്ടതുണ്ട് എന്ന് മാത്രം. ഇവിടെ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ സംസ്ഥാനത്തിന് മാത്രം തീരുമാനിക്കാൻ കഴിയാത്തൊരവസ്ഥ ചില കാര്യങ്ങളിലുണ്ട്. ഒരനുഭവം ഞാൻ പറയാം. ഒരു ദിവസം ഒരു കൂട്ടർ എൻ്റെ അടുത്ത് വരികയാണ്. അത് കൊച്ചിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം നിർവഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. കുറച്ച് വർഷം മുമ്പാണ്. അപ്പം ഞാൻ ആശ്ചര്യപ്പെട്ടു. അതേതാ യൂണിവേഴ്സിറ്റി? അങ്ങനൊരു യൂണിവേഴ്സിറ്റി നമ്മൾ അനുമതി കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് പോകുന്നത്. അപ്പോൾ എന്താ സ്ഥിതി? നമ്മളെ അനുമതി വേണ്ട? ഈ ഡീംഡ് യൂണിവേഴ്സിറ്റി സംസ്ഥാനത്തിന് അനുമതി വേണ്ട? അവർക്കങ്ങ് ആരംഭിക്കാം. അപ്പോൾ കാലം മാറുമ്പോൾ ചില നിയമങ്ങൾ മാറി വരികയാണ്. ആരുടെ അനുമതിയില്ല എന്നല്ല, ഇന്നത്തെ നിയമത്തിനനുസൃതമായി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അറിവോ അനുമതിയോ ഇല്ലാതെ തന്നെ യൂണിവേഴ്സിറ്റി ഇവിടെ തുടങ്ങുന്നു. വന്ന് മുഖ്യമന്ത്രിയെ തന്നെ നിങ്ങൾ ഉദ്ഘാടനത്തിന് വരണമെന്ന് ക്ഷണിക്കുന്നു. അവരെന്തെങ്കിലും അനാദരവ് കാണിക്കുന്നതല്ല,
ഇതാണ് കാലം, ഇതാണ് മാറ്റം. അപ്പോൾ ഇപ്പോഴത്തെ നിലയിൽ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിദേശ സർവകലാശാലയുടെ കാര്യങ്ങൾ കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞു വെച്ചത്. അതെന്താ? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ്. പരിശോധിക്കുമെന്ന് പറയുന്നത് അതേപോലെ നടപ്പിലാക്കുക എന്നുള്ളതല്ല. എന്താണ് അതിൻ്റെ മറ്റു പ്രശ്നങ്ങൾ, എല്ലാ വശങ്ങളും വിശദമായി ചർച്ച ചെയ്തും മനസ്സിലാക്കിയും കേരളത്തിൻ്റെ അഭിവൃദ്ധി ലക്ഷ്യമാക്കിയുള്ള തീരുമാനം മാത്രമേ അതിലുണ്ടാവൂ. അത് ഇപ്പം നമ്മൾ നടപ്പാക്കുന്നു എന്നല്ല പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത്തരമൊരു കാര്യം വന്നതുകൊണ്ട് നമ്മുടെ അനുമതിയില്ലാതെ തന്നെ അത് നടപ്പാക്കപ്പെടുമോ, എന്താ അവസ്ഥ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധന നടത്തുക എന്ന് മാത്രമാണ് ആ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ നല്ല രീതിയിൽ അഭിപ്രായം വന്നു വൺ ഹെൽത്തിനെ പറ്റി, ഏകാരോഗ്യം. ഇപ്പോൾ മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ ഇവയെല്ലാം ഉൾപ്പെടുന്ന പരിസ്ഥിതിക്ക് പരസ്പരം അനുയോജ്യമായ ആരോഗ്യസ്ഥിതി കൈവരിക്കൽ ലക്ഷ്യമാക്കിയാണ് സാർവത്രികമായി ഇപ്പോൾ ഏകാരോഗ്യം, വൺ ഹെൽത്ത് എന്ന ആശയം അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ സംസ്ഥാനത്ത് നവകേരള കർമ്മ പദ്ധതി ആർദ്രം 2ൻ്റെ ഭാഗമായി ഈ പദ്ധതി ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടപ്പാക്കി വരികയാണ്. ഈ വൺ ഹെൽത്ത് നിപ്പ, H1N1, കേസനൂർ ഫോറസ്റ്റ് രോഗം മുതലായ ജന്തുജന്യ രോഗങ്ങൾ, ഡെങ്കി, ചിക്കൻ ഗുനിയ ഇതുപോലുള്ള കൊതുജന്യ രോഗങ്ങൾ, ഇതെല്ലാം കേരളത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നവയാണ്. ഇതെല്ലാം കണക്കിലെടുത്താണ് ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്താൻ ഏകാരോഗ്യ പരിപാടി നടപ്പാക്കിയിട്ടുള്ളത്. പമ്പാ നദീതട ജില്ലകളായ കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട ഈ 4 ജില്ലകളിലാണ് ഇപ്പോൾ ഈ പദ്ധതി നടപ്പാക്കി വരുന്നത്. ബാക്കി 10 ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. ഏകാരോഗ്യ പരിപാടിയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ, കാർഷിക, വെറ്ററിനറി സർവകലാശാലകൾ നടത്തുന്ന പഠനങ്ങളും ഗവേഷണവും വളരെ പ്രധാനമാണ്. സാങ്കേതിക വിദ്യാധിഷ്ഠിതമായി ഗവേഷണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആവശ്യമായ നടപടി കൈക്കൊള്ളും. കാർഷിക രംഗത്ത് നല്ല മുന്നേറ്റമുണ്ടാക്കാനാണ് 2016 മുതലുള്ള സർക്കാർ ശ്രമിച്ചു വരുന്നത്. ആ ഇടപെടലിന് നല്ല ഫലം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പച്ചക്കറി ഉൽപ്പാദനം വലിയ തോതിലാണ് വർദ്ധിച്ചത്. 2016 ഇരട്ടിയാണ് 2021 ആയപ്പോൾ ഉള്ളത്. ഇപ്പോൾ അതിനേക്കാളും കൂടുതലായി. സ്വയം പര്യാപ്തതയുടെ അടുത്തെത്തി നമ്മൾ നിൽക്കുകയാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വികാസങ്ങളെ കാർഷിക മേഖലയുമായി കൂട്ടിയിണക്കിയുള്ള ധാരാളം പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നേരത്തെ ഗ്രീൻ ഹൗസ്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അതിൻ്റെ ആവശ്യമില്ല, വിദേശങ്ങളിൽ വല്ലാത്ത കാലാവസ്ഥയാണല്ലോ. ഇവിടെ കഠിന മഴയെ തടുക്കാനുള്ള മഴമറ മതി. അത് ചെറുപ്പക്കാരായിട്ടുള്ളവരടക്കം ആ രംഗത്ത് നല്ല തോതിൽ കടന്നു വരുന്നതാണ് നാം കണ്ട കാഴ്ച. ആധുനിക രീതിയിലുള്ള കൃഷിരീതികൾ നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കുകയാണ്. സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ എഗ്രോ ഇന്നൊവേഷൻ സെൻ്ററുകളാക്കി മാറ്റുക, ഈ ആശയം വളരെ നല്ല ആശയമാണ്. കാർഷിക സർവകലാശാലകളെയും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും കൂട്ടിയിണക്കി ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കുക തന്നെ ചെയ്യും. മറ്റൊന്ന് കാണേണ്ടത് മാനവ വികസനത്തിന് സഹായകമായ
പിന്നെ ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം ഒന്ന് എഴുതി കിട്ടിയിട്ടുണ്ട്. അത് 4 വർഷ ബിരുദ പഠനത്തിൻ്റെ ഭാഗമായി അതിലുള്ള ഫൗണ്ടേഷൻ കോഴ്സിൽ ഉൾപ്പെടുത്തുന്നതാണ്. സെക്സ് എഡ്യൂക്കേഷൻ, ജെൻഡർ, എത്തിക്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്, ഇതെല്ലാം അതിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ്. മണിപ്പൂരിലെ വിദ്യാർത്ഥികൾ നമ്മുടെ സംസ്ഥാനത്ത് പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. പിന്നെ അവരോട് പറയാനുള്ളത്, ഗവേണൻസ് ബിക്കംസ് എഫക്റ്റീവ് ഓൺലി when it makes a positive impact in the lives of those that are being governed. Kerala is the only state in the country that has not had even a single instance of communal violence or clash in the last few years. At the same time, we know what it can do to the lives and livelihoods of the affected. So, when students from Manipur approached us, we did what any responsible government should have done, ensured that their education was allowed to be continued without break. There is definitely an ideological persuasion behind it. We do not treat any section of the society as enemies. To us, all are equal and should have equal share of resources and opportunities. It also needs to be noted that the LDF government is led by the CPIM. We opened up our party offices for those who had lost their places of worship in Kandamal in Odisha. It was the left parties that built Ekta colony for those who lost their homes in Muzaffarnagar in Uttar Pradesh. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഒരു പരിപാടിക്ക് പോയി. അത് കഴിഞ്ഞ് നമ്മുടെ എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായൊരു അനുഭവം കൂടി ഞാൻ പങ്കുവെക്കാം. കാറിലങ്ങ് പോകുമ്പോൾ സൈഡിലൂടെ ജോലി കഴിഞ്ഞിട്ടുള്ള ആളുകൾ തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ചെറിയ കുട്ടികൾ, 4 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സ്, 7 വയസ്സ് അങ്ങനെയെല്ലാമുള്ള കുട്ടികളും ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഞാൻ ഡ്രൈവറോട് ചോദിച്ചു, അല്ല ഈ കുട്ടികളും എന്താ ഈ കാണുന്നത്? ഇവർ ജോലി കഴിഞ്ഞ് പോവുകയാണെന്ന് ആ ഡ്രൈവർ പറഞ്ഞു. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, ഈ ജോലി ചെയ്യുമ്പോൾ ഈ കുട്ടികളെല്ലാം കൂടി ഒന്നിച്ച് ഒരു സ്ഥലത്ത് നിർത്തും. ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് പോകും. സ്കൂൾ ആരും പോവില്ല, സ്കൂളിൽ പോകാൻ കഴിയില്ല. ഇവരുടെ വരുമാനം വെച്ചിട്ട് സ്കൂളിൽ പഠിപ്പിക്കാനുള്ള വകയില്ല. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തല്ല പല ഭാഗത്തുള്ള സ്ഥിതി. നമ്മുടെ കേരളത്തിൽ നിങ്ങളെല്ലാം ചുറ്റുപാടുള്ള നമ്മുടെ അതിഥി തൊഴിലാളികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ആ അതിഥി തൊഴിലാളികളുടെ മക്കൾ കുടുംബസമേതം ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ മക്കൾ ഇവിടെ പഠിക്കുകയല്ലേ? നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിക്കാനുള്ള സൗകര്യം അവർക്കുണ്ടല്ലോ. എന്താ കാരണം? നമുക്ക് അത്തരം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് അവർക്ക് പ്രത്യേക ചെലവില്ല. മാത്രമല്ല ആവശ്യമായ സൗകര്യങ്ങൾ നമ്മൾ നൽകുകയും ചെയ്യും. ഇതാണ് നമ്മുടെ നാടും മറ്റു ചില നാടുകളും തമ്മിലുള്ള, രാജ്യത്ത് തന്നെയുള്ള മറ്റു ചില നാടുകളും തമ്മിലുള്ള വ്യത്യാസം എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഗൗരവമായി പരിഗണിക്കും. ഇപ്പോൾ 1 മണി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മറ്റ് ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചിലത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കൂടുതലായിട്ട് കടക്കുന്നില്ല. എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ. ഉൾച്ചേർത്താണ് ഈ പറഞ്ഞ കെയർ റീപ്പ് വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആകെ ലഭിക്കുന്ന കോഴ്സുകളുടെ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കുന്നതിന് പ്രയാസമുണ്ടാവില്ല. പിന്നെ നമ്മുടെ സംസ്ഥാനത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമാണ് നാം കൊടുക്കുന്നത്. നമ്മുടെ സമൂഹത്തിലുള്ള
ഭിന്നശേഷിക്കാർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ, സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവർ, ഇവരുടെയെല്ലാം വിദ്യാഭ്യാസ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് ധാരാളം നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ കാര്യങ്ങളിൽ വലിയ പുരോഗതി ആർജിച്ച സംസ്ഥാനമാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം ഇനിയൊന്നും ചെയ്യാനില്ല എന്നല്ല. ആ കാര്യങ്ങൾ എന്താണോ ചെയ്യാനുള്ളത് അവ നടപ്പിലാക്കുക എന്നത് തന്നെയാണ് സർക്കാർ കാണുന്നത്. ഇപ്പം എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഭിന്നശേഷി സൗഹൃദമാകൽ പ്രധാനമാണ്. അത് ആ തരത്തിൽ തന്നെ ആവണമെന്നാണ് കാണുന്നത്. അതോടൊപ്പം ലിംഗനീതി അധിഷ്ഠിതമാകണം. അതും ഇവിടെ വന്ന നിർദ്ദേശമാണ്. ലിംഗനീതി അധിഷ്ഠിതമായിരിക്കും. അതിനനുസൃതമായ പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ബാരിയർ ഫ്രീ ആയി മാറേണ്ടതുണ്ട്. പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളെല്ലാം ബാരിയർ ഫ്രീ ആയിരിക്കുകയും ചെയ്യും. ഇതൊക്കെ ഇപ്പോൾ തന്നെ നടപ്പാക്കപ്പെടുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഏതെല്ലാം രീതിയിൽ ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ ഇടപെടുന്നു എന്നത് നേരത്തെ നവകേരള സദസ്സിൻ്റെ ഭാഗമായി പ്രഭാത സദസ്സ് നടന്നപ്പോൾ അവിടെ വന്ന ചിലർ പറഞ്ഞ കാര്യമുണ്ട്. ഞാനതിവിടെ ആവർത്തിക്കുന്നില്ല. അതിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ പഠിക്കാനെത്തിയ ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥി തൻ്റെ അനുഭവം പങ്കുവെച്ചത് ഓർക്കുകയാണ്. ഇമെയിൽ അയച്ചൊരു സന്ദേശമാണ്. അതിൻ്റെ മേലെയാണ് നടപടി സ്വീകരിച്ചത്. ആ നടപടിയോ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഹോസ്റ്റലിൽ പ്രത്യേക സൗകര്യം ഉണ്ടാക്കി ആ വിദ്യാർത്ഥിക്ക് താമസിക്കാൻ സൗകര്യമൊരുക്കുകയായിരുന്നു. അതേപോലെ തന്നെ ഒരു കുട്ടിയും സംവിധാനത്തിൻ്റെ കുറവ് കൊണ്ട് പഠനത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ടുകൂടാ. ഈ ഒരു കാഴ്ചപ്പാടാണ് സർക്കാർ വെച്ച് പുലർത്തുന്നത്. ഇവിടെ കാഴ്ച പരിമിതി അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രശ്നം, ടോക്കിംഗ് ബുക്ക് ലൈബ്രറികൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശം, ഓഡിയോ ടെസ്റ്റുകൾ, പോഡ്കാസ്റ്റുകൾ, സ്ക്രീൻ റീഡറുകൾ മുതലായ സൗകര്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭാഗമാകേണ്ടതുണ്ട്. പഠന സൗകര്യങ്ങളിലും പഠന രീതികളിലും കാലോചിതമായ പരിഷ്കാരം അനിവാര്യമാവും. കാഴ്ച പരിമിതിക്കാരുടെ ആവശ്യമാണ് ഉയർന്നു വന്നതെങ്കിലും നമ്മുടെ ലൈബ്രറികൾ, ലാബറട്ടറികൾ മുതലായവ 21 തരം ഭിന്നശേഷിക്കാരെ പരിഗണിച്ച് എല്ലാവർക്കും പ്രയോജനപ്പെടുത്താനാവും വിധം ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. നമ്മുടെ പാഠ്യപദ്ധതിയിലും കാലികമായ മാറ്റങ്ങളും ഭിന്നശേഷി സൗഹൃദ സമീപനവും ആവശ്യമാണ്. എല്ലാവർക്കും ഒരേ പാഠപുസ്തകം, പഠന പ്രവർത്തനം, പരീക്ഷ, ഈ നിലവിലെ സമ്പ്രദായത്തിൽ കാലികമായ മാറ്റം വരുത്തേണ്ടി വരും. അനുരൂപീകൃത പഠനോപകരണങ്ങളും പാഠ്യപദ്ധതി വിനിമയ രീതികളും
മൂല്യനിർണയോപാധികളും വികസിപ്പിക്കാൻ സർവകലാശാലകൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായ അസിസ്റ്റീവ് ഡിവൈസുകൾ പ്രയോജനപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ അധ്യാപക പരിശീലന കോഴ്സുകളെ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണം. ഈ കോഴ്സുകളിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കേണ്ടി വരും. മറ്റ് തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കാര്യത്തിൽ ഫലപ്രദമായി ഇടപെട്ടൊരു സംസ്ഥാനമാണ് കേരളം. 2% സംവരണം ഉറപ്പാക്കി പഠനാവസരം ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ സാമൂഹ്യ മണ്ഡലത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കുന്നതിന് ബോധവൽക്കരണം അനിവാര്യമായി വരും. ട്രാൻസ് വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്ന ക്യാമ്പസുകളിൽ ഈ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രത്യേക പ്രശ്നങ്ങളുണ്ട്. അത് പ്രത്യേകമായി പരിഗണിക്കേണ്ടതാണ്. ആവശ്യമായ പ്രത്യേക സൗകര്യങ്ങൾ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്ത്രീ സൗഹൃദ ശുചിമുറികൾ, വിശ്രമമുറികൾ, വെൻഡിങ് മെഷീനെല്ലാം ഉറപ്പാക്കേണ്ടതുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗം ഉൾപ്പെടെ എല്ലാ വിഭാഗം പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നു എന്നതാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സവിശേഷത. സ്കോളർഷിപ്പുകൾ, ഹോസ്റ്റൽ സൗകര്യങ്ങൾ, ഇതര പ്രോത്സാഹന പ്രവർത്തനങ്ങൾ ഇവയെല്ലാം നല്ല രീതിയിൽ ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതുവഴി ഈ വിഭാഗങ്ങളിൽ നിന്നുള്ള കോളേജ് പ്രവേശനം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി ഉയർന്ന നിലയിൽ ഉറപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ മേഖലയിൽ എല്ലാമായി എന്ന നിലയല്ല സർക്കാരിന്. കൂടുതൽ പ്രവർത്തനങ്ങൾ സർക്കാർ ഏറ്റെടുക്കുക തന്നെ ചെയ്യും എന്നുകൂടിയാണ് അറിയിക്കാനുള്ളത്. ഇവിടെ ഫെലോഷിപ്പുമായും സ്കോളർഷിപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും കൃത്യമായി ഫെലോഷിപ്പുകൾ, സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നില്ല എന്ന പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നതിന് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം അഭിപ്രായങ്ങൾ വന്നൊരു കാര്യം, വിദ്യാർത്ഥികൾ നമ്മുടെ കേരളം വിട്ട്, സംസ്ഥാനം വിട്ട്, രാജ്യം വിട്ട് പഠിക്കാൻ പോകുന്നതിനെക്കുറിച്ചാണ്. ഇപ്പോൾ കുടിയേറ്റം എന്നത് നമുക്ക് പുതിയ അനുഭവമല്ല. കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹ്യ വളർച്ചയിൽ കുടിയേറ്റം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളൊരു പ്രത്യേകത, വിദ്യാർത്ഥികൾ ധാരാളമായി വിട്ടുപോകുന്നു. ഈ പ്രചരണം ശക്തമായി നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രചരണത്തിൽ വലിയ കടമ്പില്ല. രാജ്യത്തിൻ്റെ മൊത്തം കണക്കെടുത്താൽ ശരാശരി 4% മാത്രമാണ് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി കുടിയേറ്റം. ഇവിടെ വലിയ തോതിൽ സമൂഹത്തിൽ വന്ന മാറ്റം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പഴയ കാലത്ത്
ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്താണെങ്കിൽ അധ്യാപകരോ രക്ഷിതാക്കളോ മറ്റോ പകർന്നു നൽകുന്ന അറിവ് മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളെയും സംബന്ധിച്ച് സാധാരണ വിദ്യാർത്ഥിക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ഇന്നതാണോ? നിങ്ങളുടെ എല്ലാം ഉള്ളം കയ്യിൽ എല്ലാ വിവരവും ഇരിക്കുകയല്ലേ? ലോകത്തിലെ ഏത് ഭാഗത്തെ വിവരവും ഏത് സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള വിവരവും അറിവും വിദ്യാർത്ഥിയുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ വിദ്യാർത്ഥികൾ വളർന്നു വരുമ്പം തന്നെ അവരവരുടെ ഇഷ്ടത്തിനും അഭിരുചിക്കുമനുസരിച്ച കോഴ്സുകൾ, സ്ഥാപനങ്ങൾ അവർ മനസ്സിൽ കാണുകയാണ്. അവിടെ പഠിക്കണമെന്ന് തീരുമാനിക്കുകയുമാണ്. അപ്പോൾ ഈ ആഗ്രഹം വീട്ടിൽ വലിയ സമ്മർദ്ദമായി വരുന്നു, രക്ഷിതാക്കളുടെ അഭിപ്രായമാക്കി മാറ്റുന്നു. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിലുള്ള പുതിയ മാറ്റത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് പൂർണ്ണമായി ഇല്ലാതാകും എന്ന് നാം പ്രതീക്ഷിക്കേണ്ടതില്ല. അത് ഓരോ കുട്ടിയുടെയും അവകാശത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? നാം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇന്നത്തെ കാലത്തിനനുസൃതമായി കൂടുതൽ മികവാർന്നതാക്കണം. പുതിയ കോഴ്സുകൾ വേണം, പശ്ചാത്തല സൗകര്യം വർദ്ധിക്കണം, ആവശ്യമായ എല്ലാ മികവും സമ്പാദിച്ചിരിക്കണം, അതിനനുസൃതമായ ഫാക്കൽറ്റിയും ഉണ്ടാവണം. ഇപ്പോൾ നമ്മുടെ കേരളം അത്തരത്തിലുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത്. കുട്ടികളുടെ വിദേശയാത്രയും പഠനവും അതൊരു വല്ലാതെ എന്തോ നമ്മെ അലട്ടുന്ന വിഷയമാണ് എന്ന് കാണേണ്ടതില്ല. എനിക്കുള്ളൊരു അനുഭവം പലയിടത്തും ഞാൻ പങ്കുവെച്ചതാണ്, വേണമെങ്കിൽ ഇവിടെയും പങ്കുവെക്കാം. മുഖ്യമന്ത്രിമാരുടെ ഒരു യോഗം, പ്രധാനമന്ത്രി വിളിച്ചൊരു യോഗം. ആ യോഗത്തിൽ ഡൽഹിക്കടുത്ത സംസ്ഥാനമാണല്ലോ ഹരിയാന. ഈ ഡൽഹിയൊക്കെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സൗകര്യങ്ങളുള്ള സ്ഥലമാണല്ലോ. പക്ഷേ ഹരിയാന മുഖ്യമന്ത്രി ഒരു വിലപിക്കുന്ന രീതിയിലായിരുന്നു പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്ത് നിന്ന് ഈ കുട്ടികൾ വലിയ തോതിലാണ് പുറത്ത് പഠിക്കാൻ പോകുന്നത്. അതിനെപ്പറ്റി വല്ലാത്ത വേവലാതിയോടെ അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. അപ്പോൾ പഠന സൗകര്യങ്ങളുണ്ടായാലും കുട്ടികൾ പുറത്തുപോയി പഠിക്കുന്ന ഒരു രീതിയുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. നാം ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ പഠന സൗകര്യം നല്ല മികവാർന്ന രീതിയിലാക്കുക. അതിൻ്റെ ഭാഗമായി നമ്മുടെ വിദ്യാർത്ഥികൾ സംസ്ഥാനത്തിന് പുറത്തുള്ള ചില പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ പേരും പെരുമയും ആർജിക്കുന്ന സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടാവണം. ആ സ്ഥാപനങ്ങളിൽ പഠിക്കണമെന്ന് രാജ്യത്തിനകത്ത് എവിടെയുമുള്ള വിദ്യാർത്ഥികൾ ആഗ്രഹിക്കണം. അവരിങ്ങോട്ട് വരാൻ ശ്രമിക്കത്തക്ക രീതിയിൽ അതിൻ്റെ മികവ് വർദ്ധിപ്പിക്കണം. അത് രാജ്യത്തിന് മാത്രം ബാധകമായിട്ടല്ല, രാജ്യത്തിന് പുറത്തും ഉള്ള വിദ്യാർത്ഥികൾ അപ്പോൾ വരുന്നതിനിടയാക്കും. നമ്മുടേതുപോലൊരു നാട് ഈ ഭൂലോകത്ത് വളരെ അപൂർവമാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാട് നമ്മൾ നാടിനെ വിളിക്കുന്നില്ലേ? അത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ്? ഇതുപോലൊരു കാലാവസ്ഥ എവിടെ കിട്ടും? ഇപ്പം നല്ല ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. പക്ഷേ ചിലയിടങ്ങളിലെ ചൂട് അസഹനീയമല്ലേ? ഇതാണോ? ചിലയിടങ്ങളിലെ തണുപ്പ് അസഹനീയമല്ലേ? നമുക്ക് നമ്മുടെ കാലാവസ്ഥയുടെ പ്രത്യേകത, ഏത് ഘട്ടത്തിലും ജീവിക്കാൻ പറ്റുന്ന കാലാവസ്ഥ.
അതോടൊപ്പം തന്നെ നമ്മുടെ പ്രകൃതി രമണീയത, നമ്മുടെ സംസ്കാര സമ്പന്നത, നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകത, ഇവിടുത്തെ ക്രമസമാധാന നില, ഇവിടുത്തെ മറ്റ് വേർതിരിവുകളില്ലാത്ത അവസ്ഥ, വർഗീയമായോ മറ്റു തരത്തിലുള്ള ചേരിതിരിവുകളില്ലാത്ത അവസ്ഥ, ഇതൊക്കെ ഇന്ന് ലോകത്ത് അപൂർവമാണ്. ആ അപൂർവത ഉള്ളൊരു നാട് ഇവിടെ വന്ന് താമസിക്കാനും പഠിക്കാനും സാധാരണഗതിയിൽ ആളുകൾ കൊതിക്കും. പക്ഷേ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സൗകര്യങ്ങൾ ആ രീതിയിൽ വർദ്ധിക്കേണ്ടതുണ്ട് എന്ന് മാത്രം. ഇവിടെ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ സംസ്ഥാനത്തിന് മാത്രം തീരുമാനിക്കാൻ കഴിയാത്തൊരവസ്ഥ ചില കാര്യങ്ങളിലുണ്ട്. ഒരനുഭവം ഞാൻ പറയാം. ഒരു ദിവസം ഒരു കൂട്ടർ എൻ്റെ അടുത്ത് വരികയാണ്. അത് കൊച്ചിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം നിർവഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. കുറച്ച് വർഷം മുമ്പാണ്. അപ്പം ഞാൻ ആശ്ചര്യപ്പെട്ടു. അതേതാ യൂണിവേഴ്സിറ്റി? അങ്ങനൊരു യൂണിവേഴ്സിറ്റി നമ്മൾ അനുമതി കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് പോകുന്നത്. അപ്പോൾ എന്താ സ്ഥിതി? നമ്മളെ അനുമതി വേണ്ട? ഈ ഡീംഡ് യൂണിവേഴ്സിറ്റി സംസ്ഥാനത്തിന് അനുമതി വേണ്ട? അവർക്കങ്ങ് ആരംഭിക്കാം. അപ്പോൾ കാലം മാറുമ്പോൾ ചില നിയമങ്ങൾ മാറി വരികയാണ്. ആരുടെ അനുമതിയില്ല എന്നല്ല, ഇന്നത്തെ നിയമത്തിനനുസൃതമായി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അറിവോ അനുമതിയോ ഇല്ലാതെ തന്നെ യൂണിവേഴ്സിറ്റി ഇവിടെ തുടങ്ങുന്നു. വന്ന് മുഖ്യമന്ത്രിയെ തന്നെ നിങ്ങൾ ഉദ്ഘാടനത്തിന് വരണമെന്ന് ക്ഷണിക്കുന്നു. അവരെന്തെങ്കിലും അനാദരവ് കാണിക്കുന്നതല്ല. ഇതാണ് കാലം, ഇതാണ് മാറ്റം. അപ്പോൾ ഇപ്പോഴത്തെ നിലയിൽ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിദേശ സർവകലാശാലയുടെ കാര്യങ്ങൾ കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞു വെച്ചത്. അതെന്താ? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ്. പരിശോധിക്കുമെന്ന് പറയുന്നത് അതേപോലെ നടപ്പിലാക്കുക എന്നുള്ളതല്ല. എന്താണ് അതിൻ്റെ മറ്റു പ്രശ്നങ്ങൾ, എല്ലാ വശങ്ങളും വിശദമായി ചർച്ച ചെയ്തും മനസ്സിലാക്കിയും കേരളത്തിൻ്റെ അഭിവൃദ്ധി ലക്ഷ്യമാക്കിയുള്ള തീരുമാനം മാത്രമേ അതിലുണ്ടാവൂ. അത് ഇപ്പം നമ്മൾ നടപ്പാക്കുന്നു എന്നല്ല പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത്തരമൊരു കാര്യം വന്നതുകൊണ്ട് നമ്മുടെ അനുമതിയില്ലാതെ തന്നെ അത് നടപ്പാക്കപ്പെടുമോ, എന്താ അവസ്ഥ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധന നടത്തുക എന്ന് മാത്രമാണ് ആ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ നല്ല രീതിയിലൊരു അഭിപ്രായം വന്നു വൺ ഹെൽത്തിനെ പറ്റി, ഏകാരോഗ്യം. ഇപ്പോൾ മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ ഇവയെല്ലാം ഉൾപ്പെടുന്ന പരിസ്ഥിതിക്ക് പരസ്പരം അനുയോജ്യമായ ആരോഗ്യസ്ഥിതി കൈവരിക്കൽ ലക്ഷ്യമാക്കിയാണ് സാർവത്രികമായി ഇപ്പോൾ ഏകാരോഗ്യം, വൺ ഹെൽത്ത് എന്ന ആശയം അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ സംസ്ഥാനത്ത് നവകേരള കർമ്മ പദ്ധതി ആർദ്രം 2ൻ്റെ ഭാഗമായി ഈ പദ്ധതി ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടപ്പാക്കി വരികയാണ്. ഈ വൺ ഹെൽത്ത് നിപ്പ, H1N1, കേസനൂർ ഫോറസ്റ്റ് രോഗം മുതലായ ജന്തുജന്യ രോഗങ്ങൾ, ഡെങ്കി, ചിക്കൻ ഗുനിയ ഇതുപോലുള്ള കൊതുജന്യ രോഗങ്ങൾ, ഇതെല്ലാം കേരളത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നവയാണ്. ഇതെല്ലാം കണക്കിലെടുത്താണ് ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്താൻ ഏകാരോഗ്യ പരിപാടി നടപ്പാക്കിയിട്ടുള്ളത്. പമ്പാ നദീതട ജില്ലകളായ കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട ഈ 4 ജില്ലകളിലാണ് ഇപ്പോൾ ഈ പദ്ധതി നടപ്പാക്കി വരുന്നത്. ബാക്കി 10 ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും.
ഏകാരോഗ്യ പരിപാടിയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ, കാർഷിക, വെറ്ററിനറി സർവകലാശാലകൾ നടത്തുന്ന പഠനങ്ങളും ഗവേഷണവും വളരെ പ്രധാനമാണ്. സാങ്കേതിക വിദ്യാധിഷ്ഠിതമായി ഗവേഷണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആവശ്യമായ നടപടി കൈക്കൊള്ളും. വർദ്ധിച്ചത് 2016 ഇരട്ടിയാണ് 2021 ആയപ്പോൾ ഉള്ളത്. ഇപ്പോൾ അതിനേക്കാളും കൂടുതലായി സ്വയം പര്യാപ്തതയുടെ അടുത്തെത്തി നമ്മൾ നിൽക്കുകയാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വികാസങ്ങളെ കാർഷിക മേഖലയുമായി കൂട്ടിയിണക്കിയുള്ള ധാരാളം പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായി നേരത്തെ ഗ്രീൻ ഹൗസ്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അതിൻ്റെ ആവശ്യമില്ല, വിദേശങ്ങളിൽ വല്ലാത്ത കാലാവസ്ഥയാണല്ലോ. ഇവിടെ കഠിന മഴയെ തടുക്കാനുള്ള മഴ മതി. അത് ചെറുപ്പക്കാരായിട്ടുള്ളവരടക്കം ആ രംഗത്ത് നല്ല തോതിൽ കടന്നു വരുന്നതാണ് നാം കണ്ട കാഴ്ച. ആധുനിക രീതിയിലുള്ള കൃഷിരീതികൾ നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കുകയാണ്. സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ എഗ്രോ ഇന്നൊവേഷൻ സെൻ്ററുകളാക്കി മാറ്റുക, ഈ ആശയം വളരെ നല്ല ആശയമാണ്. കാർഷിക സർവകലാശാലകളെയും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും കൂട്ടിയിണക്കി ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കുക തന്നെ ചെയ്യും. മറ്റൊന്ന് കാണേണ്ടത് മാനവ വികസനത്തിന് സഹായകമായ നിരവധി കണ്ടുപിടുത്തങ്ങൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ജനിതകശാസ്ത്രം വികസിച്ചത് കാർഷിക രംഗവുമായി ചേർന്ന് നിന്നുകൊണ്ടാണ്. കാർഷിക രംഗത്ത് ഏറ്റവും പുതുതായി നടക്കുന്ന ഗവേഷണങ്ങൾ വിരൽ ചൂണ്ടുന്നത് അത്തരം നേട്ടങ്ങളിലേക്ക് നയിക്കാവുന്ന ഫലങ്ങളിലേക്കാണ്. വായുവിലെ നൈട്രജനെ സസ്യങ്ങൾക്ക് നേരിട്ട് ഉപയോഗിക്കാനാവില്ല. ഡൈഎസ്ട്രോഫ് എന്ന സൂക്ഷ്മജീവിയാണ് സസ്യങ്ങൾക്ക് നൈട്രജൻ ഉപയോഗിക്കാൻ പ്രാപ്തമാക്കുന്നത്. രസതന്ത്രത്തിൽ നൈട്രജൻ ദൃഢീകരണമെന്ന് വിശേഷിപ്പിക്കുന്ന ഈ പ്രതിഭാസത്തെ നൈട്രജൻ ഫിക്സേഷൻ നടത്തി കാർഷിക വിളകളിൽ പരീക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നെല്ല്, ഗോതമ്പ് മുതലായ ചെടികൾ വായുവിൽ നിന്നും നൈട്രജൻ പിടിച്ചെടുത്ത് സ്വന്തമായി പോഷകം സൃഷ്ടിക്കാനുള്ള സാധ്യതയാണ് ഈ പരീക്ഷണത്തിലുള്ളത്. ഇങ്ങനെ സാങ്കേതിക വിദ്യയെയും നാടിൻ്റെ വികസനത്തെയും കൂട്ടിയിണക്കിയുള്ള പുതുമയാർന്ന പരീക്ഷണങ്ങൾക്ക് അനന്തമായ സാധ്യതയാണുള്ളത്. അതോടൊപ്പം തന്നെ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യയെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തി കാർഷിക രംഗം മെച്ചപ്പെടുത്തുന്നതിനുള്ള സാധ്യതകളും ആരായുന്നതാണ്. ChatGPT പോലെയുള്ള സമകാലിക സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തുന്ന കാര്യം നേരത്തെ സൂചിപ്പിച്ചതാണ്. എഗ്രോണമിസ്റ്റ്, ക്രോപ്പ് സയൻറ്റിസ്റ്റ്, അഗ്രികൾച്ചറൽ എഞ്ചിനീയർ, അഗ്രികൾച്ചറൽ എക്കണോമിസ്റ്റ്, അഗ്രികൾച്ചറൽ പോളിസി അനലിസ്റ്റ് മുതലായ തലങ്ങളിൽ ഇത്തരം സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തണം. കാർഷിക മേഖലയുടെ അവാന്തര വിഭാഗമായി കണക്കാക്കപ്പെടുന്ന മൃഗസംരക്ഷണ മേഖലയിലും ഈ സാധ്യത പ്രയോജനപ്പെടുത്താം. വെറ്ററിനേറിയൻ, ആനിമൽ റിസർച്ചർ, ബയോളജിസ്റ്റ്, ആനിമൽ ന്യൂട്രീഷനിസ്റ്റ്, ജനറ്റിസിസ്റ്റ് മുതലായ തലങ്ങളിൽ ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അക്വാകൾച്ചർ, ഫിഷറീസ് ബയോളജിസ്റ്റ്, ഫിഷറീസ് റിസർച്ചർ, മറൈൻ കൺസർവേഷനിസ്റ്റ്, ഫിഷറീസ് പോളിസി അനലിസ്റ്റ് മുതലായ മേഖലകളിലും ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ചുരുക്കത്തിൽ സാങ്കേതിക വിദ്യാ സ്ഥാപനങ്ങളെയും കാർഷിക, വെറ്ററിനറി, ഫിഷറി സ്ഥാപനങ്ങളെയും കൂട്ടിയിണക്കി നാടിൻ്റെ വികസനത്തിന് സഹായകരമാകുന്ന സംയോജിത പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൻ്റെ സാധ്യത പരിശോധിക്കും. മലയാള ഭാഷയുടെ വൈജ്ഞാനിക പദവി ഉയർത്താനുള്ള പദ്ധതികളെക്കുറിച്ച് പറയുകയുണ്ടായി. നാം കാണേണ്ടത്
ക്ലാസിക്കൽ ഭാഷകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നതാണ് മലയാളം. അതിൻ്റെ പദവി ഉയർത്തുന്നതിനും സാഹിത്യ സാംസ്കാരിക സംഭാവനകളെ നവോത്ഥാന മൂല്യങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും വെളിച്ചത്തിൽ പ്രചരിപ്പിക്കുന്നതിനും വിവിധങ്ങളായ പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത്. മലയാള സർവകലാശാലയും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ കഴിവും ശേഷിയും പ്രയോജനപ്പെടുത്തി നൂതനാനുഭവ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ സാധിക്കും. കേരളത്തിലെ ആതുര സേവന രംഗത്തെ പ്രൊഫഷണലുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത് സംബന്ധിച്ച് പറയുകയുണ്ടായി. കേരളം എല്ലാ കാലത്തും മികച്ച ഹെൽത്ത് കെയർ പ്രൊഫഷണലുകളെ സൃഷ്ടിക്കുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. ലോകത്തിൻ്റെ ഏതു ഭാഗത്തും മലയാളികളായ ഡോക്ടർമാരെയും നഴ്സുമാരെയും നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ കഴിവും ശേഷിയും വൈദഗ്ധ്യവുമാണ് വിവിധ ഭൂഖണ്ഡങ്ങളിലേക്ക് ഇത്തരം കുടിയേറ്റത്തിന് അവസരമൊരുക്കുന്നത്. പ്രത്യേകിച്ച് നഴ്സുമാർ ലോകത്താകെ മലയാളി നഴ്സുമാരുടെ സേവന തൽപരത പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഒന്നാണ്. അതിൻ്റെ ഭാഗമായി അവർക്ക് വിവിധ രാജ്യങ്ങളിൽ പോകുമ്പോൾ ആവശ്യമായ ഭാഷാ വിജ്ഞാനം, അത് സ്ഥലത്തെ ഭാഷ പഠിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കുന്നതിനുള്ള നടപടിയാണ് എടുക്കുന്നത്. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അടുത്ത കാലത്തായി കൂടുതൽ നഴ്സിംഗ് കോളേജുകൾ സ്ഥാപിക്കുകയാണ്. അതും ഈ ആവശ്യം കണക്കിലെടുത്ത് തന്നെയാണ്. അവരെല്ലാം കേരളത്തിലിരിക്കട്ടെ എന്ന നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടില്ല. അത്രമാത്രം രോഗികൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട. അവർക്ക് നല്ല രീതിയിൽ സേവനം പുറത്ത് നിർവഹിക്കാൻ കഴിയുമാറ് സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് നാം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കലാസാംസ്കാരിക പരിപാടികളുടെ സംഘാടനത്തിൽ, ഗുണമേന്മയുള്ള അവതരണത്തിൽ കലാമണ്ഡലം ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് വലിയ സംഭാവനകൾ നൽകാൻ സാധിക്കും. ഇപ്പം തന്നെ അത് നല്ല രീതിയിൽ ചെയ്തു വരുന്നുണ്ട്. സമീപകാലത്ത് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വേദികളിലെല്ലാം കലാമണ്ഡലത്തിൻ്റെ സാന്നിധ്യവും അവതരണവും ഉണ്ടായിരുന്നു. ഇത് കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. കൊറിയോഗ്രാഫി ഉൾപ്പെടെയുള്ളവ ഇതിനായി പ്രയോജനപ്പെടുത്തണം. ആ നിലക്കുള്ള അന്വേഷണങ്ങൾ കലാമണ്ഡലത്തിൻ്റെ ഭാഗമായി മാറേണ്ടതുണ്ട്. ഇന്നുള്ള നിലയിൽ നിന്നും കൂടുതൽ ഉയരത്തിലേക്ക് കലാമണ്ഡലം കുതിക്കണമെന്ന് തന്നെയാണ് സർക്കാരും ആഗ്രഹിക്കുന്നത്. കലാമണ്ഡലത്തിൽ സ്കൂൾ ഓഫ് ലിബറൽ ആർട്സ് ആരംഭിക്കാൻ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. വിദേശത്തുള്ള കുട്ടികളെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ വൈവിധ്യങ്ങളായ പദ്ധതികൾ കലാമണ്ഡലം ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് കൂടുതൽ ശക്തിപ്പെടുത്തി കേരളത്തിൻ്റെ സാംസ്കാരിക തനിമ വിദേശ രാജ്യങ്ങളിൽ അംഗീകാരം നേടത്തക്ക രീതിയിൽ ശക്തിപ്പെടുത്തുന്ന നില നാം സ്വീകരിക്കുക തന്നെ ചെയ്യും. ഗ്രേസ് മാർക്കിനെക്കുറിച്ച് പറയുകയുണ്ടായി. ഇത് സർവകലാശാലകളിൽ വ്യത്യസ്ത സമീപനമാണുള്ളത് എന്ന നിരീക്ഷണം ശരിയാണ്. ഏകീകൃതമായ സമീപനം ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇതേ അഭിപ്രായമാണ് പരീക്ഷാ പരിഷ്കരണ കമ്മീഷനും മുന്നോട്ട് വച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളും ഗ്രേസ് മാർക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട് പൊതുവായ മാനദണ്ഡം രൂപീകരിക്കും. വിദ്യാർത്ഥികളുടെ കലാ, കായിക, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളത്. ഈ സമീപനത്തിന് അനുഗുണമായ രൂപത്തിൽ സർവകലാശാലകൾ രൂപീകരിക്കുന്ന മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രേസ് മാർക്ക് നൽകലിന് ഏകീകൃത രൂപം കൈക്കൊള്ളും. മറ്റൊരു നിർദ്ദേശം ഇവിടെ വരികയുണ്ടായി, PTSAയെ പറ്റി. വിദ്യാർത്ഥികളുടെ അക്കാദമികവും അനുബന്ധ പ്രവർത്തനങ്ങളും ഇവ സംബന്ധിച്ച് ചർച്ച ചെയ്യാനും തീരുമാനം കൈക്കൊള്ളാനുമായി
അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ്മ എന്ന നിലക്ക് പേരൻറ് ടീച്ചേഴ്സ് അസോസിയേഷനാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ വിദ്യാർത്ഥി പ്രാതിനിധ്യമില്ല എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. ഇപ്പോൾ സ്റ്റുഡൻസ് കൂടി ഭാഗമാക്കാവുന്ന PTSA, പേരൻറ് ടീച്ചേഴ്സ് സ്റ്റുഡൻസ് അസോസിയേഷൻ, ആ നിർദ്ദേശം നമുക്ക് പരിശോധിക്കാം, എന്താണ് ചെയ്യാൻ പറ്റുക നോക്കാം. ഇവിടെ ഏറെക്കുറെ വന്ന നിർദ്ദേശങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കലോത്സവങ്ങൾ വൈകി നടത്തുന്നതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഏകീകൃത കലണ്ടർ വരുമ്പോൾ ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. പാതിയിൽ പഠനം നിർത്തിയാലുള്ള പ്രശ്നം, അത് പഠനകാലത്ത് ലഭിച്ച ക്രെഡിറ്റുകൾ ക്രെഡിറ്റ് ബാങ്കിൽ നിലനിർത്തും. 7 വർഷത്തിനുള്ളിൽ ഏത് സമയത്തും തിരിച്ച് പഠനത്തിലേക്ക് എത്തിയാൽ ആ ക്രെഡിറ്റുകൾ പരിഗണിക്കും. ഓപ്പൺ ഡിസ്റ്റൻസ് പഠനമായാണ് തിരിച്ചു വരുന്നതെങ്കിലും ഈ ക്രെഡിറ്റ് പരിഗണിക്കുന്ന നിലയുണ്ടാവും. ഇത് എഴുതി കിട്ടിയ കാര്യത്തിൽ ഒരു പ്രധാന കാര്യം പറയുന്നത്, കോളേജ് മാറുമ്പോൾ മൈഗ്രേഷൻ എലിജിബിലിറ്റി മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റുകൾ നൽകേണ്ടി വരുന്നു എന്നുള്ളത്. ഇത് പരിഹരിക്കുന്നതിന് നിയമപരിഷ്കരണം വേണ്ടിവരും. അത് ആലോചിക്കാം നമുക്ക്. 4 വർഷ ബിരുദ പഠനത്തിൽ ഇത് ലഘൂകരിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. പിന്നെ ചിലത് UGC തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്നില്ല. പിന്നെ ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം ഒന്ന് എഴുതി കിട്ടിയിട്ടുണ്ട്. അത് 4 വർഷ ബിരുദ പഠനത്തിൻ്റെ ഭാഗമായി അതിലുള്ള ഫൗണ്ടേഷൻ കോഴ്സിൽ ഉൾപ്പെടുത്തുന്നതാണ്. സെക്സ് എഡ്യൂക്കേഷൻ, ജെൻഡർ, എത്തിക്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്, ഇതെല്ലാം അതിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ്. മണിപ്പൂരിലെ വിദ്യാർത്ഥികൾ നമ്മുടെ സംസ്ഥാനത്ത് പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. പിന്നെ അവരോട് പറയാനുള്ളത്, ഗവേണൻസ് ബിക്കംസ് എഫക്റ്റീവ് ഓൺലി when it makes a positive impact in the lives of those that are being governed. Kerala is the only state in the country that has not had even a single instance of communal violence or clash in the last few years. At the same time, we know what it can do to the lives and livelihoods of the affected. So, when students from Manipur approached us, we did what any responsible government should have done, ensured that their education was allowed to be continued without break. There is definitely an ideological persuasion behind it. We do not treat any section of the society as enemies. തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ചെറിയ കുട്ടികൾ, 4 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സ്, 7 വയസ്സ്, അങ്ങനെയെല്ലാമുള്ള കുട്ടികളും ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഞാൻ ഡ്രൈവറോട് ചോദിച്ചു, അല്ല ഈ കുട്ടികളും എന്താ ഈ കാണുന്നത്? ഇവർ ജോലി കഴിഞ്ഞ് പോവുകയാണെന്ന് ആ ഡ്രൈവർ പറഞ്ഞു. അപ്പോൾ ഡ്രൈവർ പറഞ്ഞ്, ഈ ജോലി ചെയ്യുമ്പോൾ ഈ കുട്ടികളെല്ലാം കൂടി ഒന്നിച്ച് ഒരു സ്ഥലത്ത് നിർത്തും. ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് പോകും. സ്കൂൾ ആരും പോവില്ല, സ്കൂളിൽ പോകാൻ കഴിയില്ല. ഇവരുടെ വരുമാനം വെച്ചിട്ട് സ്കൂളിൽ പഠിപ്പിക്കാനുള്ള വകയില്ല. ഇതാണ് നമ്മുടെ
രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തല്ല പല ഭാഗത്തുള്ള സ്ഥിതി. നമ്മുടെ കേരളത്തിൽ നിങ്ങളെല്ലാം ചുറ്റുപാടുള്ള നമ്മുടെ അതിഥി തൊഴിലാളികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ആ അതിഥി തൊഴിലാളികളുടെ മക്കൾ കുടുംബസമേതം ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ മക്കൾ ഇവിടെ പഠിക്കുകയല്ലേ? നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിക്കാനുള്ള സൗകര്യം അവർക്കുണ്ടല്ലോ. എന്താ കാരണം? നമുക്ക് അത്തരം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് അവർക്ക് പ്രത്യേക ചെലവില്ല. മാത്രമല്ല ആവശ്യമായ സൗകര്യങ്ങൾ നമ്മൾ നൽകുകയും ചെയ്യും. ഇതാണ് നമ്മുടെ നാടും മറ്റു ചില നാടുകളും തമ്മിലുള്ള, രാജ്യത്ത് തന്നെയുള്ള മറ്റു ചില നാടുകളും തമ്മിലുള്ള വ്യത്യാസം എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഗൗരവമായി പരിഗണിക്കും. ഇപ്പോൾ 1 മണി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മറ്റ് ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചിലത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കൂടുതലായിട്ട് കടക്കുന്നില്ല. എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ. പങ്കെടുത്ത വിദ്യാർത്ഥികളുമായിട്ട് നേരിട്ട് സംവാദം നടത്തിയ കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, വിശിഷ്ട സാന്നിധ്യം വഹിക്കുന്ന ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവർകൾ, ബഹുമാനപ്പെട്ട വനവകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ അവർകൾ, ബഹുമാനപ്പെട്ട MP, ബഹുമാനപ്പെട്ട MLA മാർ, വിദ്യാഭ്യാസ വിദഗ്ധർ, ബഹുമാനപ്പെട്ട വൈസ് ചാൻസലേഴ്സ്, വിവിധ കലാലയങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രതിഭാശാലികളായ നമ്മുടെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, കേരളം ഇന്ന് പുരോഗതിയുടെ പാതയിലാണ്. നവകേരള സൃഷ്ടിക്കുന്നതിനായി നമുക്ക് എല്ലാവർക്കും അറിയാം, പുതുതലമുറയുടെ കാഴ്ചപ്പാടുകൾക്ക് അവരുടെ വിഷൻ വളരെ പ്രധാനമായ ഒരു പങ്കാണ് അവർ വഹിക്കുന്നത്. ഇന്ന് ഇവിടെ മുഖാമുഖം പരിപാടിയിൽ ആദരണീയനായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ വളരെ ക്രിയാത്മകമായി അവരുടെ സംവാദമായിരുന്നു. വളരെ നല്ല രീതിയിലാണ് ഈ സംവാദം കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ചരിത്രപരമായ ഒരു സംവാദമായിരുന്നു. ഇവിടെ നിന്ന് നമ്മളെ എല്ലാവരും ഇന്ന് ഇവിടെ ഒത്തുചേരുമ്പോൾ പ്രതിഭാധനരായ നമ്മുടെ വിദ്യാർത്ഥികളും മികച്ച അധ്യാപകരും അക്കാഡമിക് എക്സ്പേർട്സും വിദഗ്ധരും രക്ഷാകർത്താക്കളും ഭരണകർത്താക്കളും നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇരിക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഇന്ന് ഉന്നയിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും സർക്കാർ വളരെ ഗൗരവത്തോടെ തന്നെ പരിഗണിക്കും എന്നുള്ള വാഗ്ദാനം നമ്മൾ ഇവിടെ ഈ വേദിയിൽ നൽകുന്നു. ഈ മുഖാമുഖം പരിപാടിയിൽ അധ്യക്ഷ വഹിച്ച ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു അവർകളെയും മുഖാമുഖം പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഈ മുഖാമുഖം പരിപാടിയിൽ വിദ്യാർത്ഥികളുമായിട്ട് നേരിട്ട് സംവാദം നടത്തിയ ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളും മറ്റ് മന്ത്രിമാർ, ബഹുമാനപ്പെട്ട MLA മാർ, ബഹുമാനപ്പെട്ട MP, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ വൈസ് ചാൻസലേഴ്സ്, നമ്മുടെ വെൽക്കം സ്വാഗതം അർപ്പിച്ച കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഡോക്ടർ V. വേണു, ഇവിടെ സന്നിഹിതനായിട്ടുള്ള അക്കാഡമിക് വിദഗ്ധന്മാർ, ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർമാർ, ഇവിടെ സന്നിഹിതനായിട്ടുള്ള സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം, അതുപോലെ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ അഡ്വൈസറി ബോർഡിൻ്റെ ചെയർമാൻ, അതുപോലെ തന്നെ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്ന് ഇവിടെ
സന്നിഹിതനായിട്ടുള്ള വിസിറ്റിംഗ് ജെൻഡർ എക്സ്പേർട്സ്, നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള വിദഗ്ധരായ കുറേ നമ്മുടെ ടീച്ചർമാരും പ്രൊഫസർമാരും, ബഹുമാനപ്പെട്ട ഇവിടെ സന്നിഹിതനായിട്ടുള്ള കാലിക്കറ്റ് കളക്ടർ ശ്രീ സ്നേഹിൽ കുമാർ സിംഗ് അവരുടെയും, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ, കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ശ്രീ കെ സുധീർ, നമ്മുടെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡയറക്ടർ ഡോക്ടർ രാജശ്രീ, അതുപോലെ ഇവിടെ സന്നിഹിതനായിട്ടുള്ള വളരെ പ്രിയമായിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികൾ സമൂഹത്തെയും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നിർത്തുന്നു. നിങ്ങളെല്ലാവർക്കും എൻ്റെ നമസ്കാരം.